സോഷ്യലിസ്റ്റ് ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനാധിപത്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് രാജ്യത്താകമാനമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാജ്യ തലസ്ഥാനത്ത് വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്ഷോഭം തുടങ്ങി വെച്ചത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം തുടങ്ങി വെച്ചത്. ആ പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു? നമുക്കറിയാം, രാജ്യത്ത് ഈ അടുത്ത കാലത്തായിട്ട് നടന്ന വിവിധ മേഖലകളിൽ ചോദ്യപേപ്പറുകൾ, ചോർച്ചയിലൂടെ പരീക്ഷകൾ റദ്ദ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് നിരവധി വരുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമായി നിൽക്കേണ്ട ആ കൊച്ചു കുരുന്നുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ വൈകാരിക നിമിഷത്തിലാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നയങ്ങളുടെ ഭാഗമായിട്ട് രാജ്യത്തെ യുവാക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമുണ്ട്. തൊഴിലില്ലായ്മ രാജ്യത്താകമാനം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. മുതലാളിമാർക്ക് വേണ്ട രീതിയിലേക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലൊക്കെയാണ് ഇന്ത്യയിലെ യുവാക്കളുടെ ഫ്രസ്ട്രേഷനാണ് ഈ CJP എന്ന് പറയുന്ന ഒരു മുന്നേറ്റത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തെ ആദ്യം കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന നടപടി എന്ന് പറയുന്നത് അതിനെ മുഖവിലക്കെടുക്കാതെ തള്ളിക്കളയാൻ വേണ്ടിയായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ശ്രമം നടത്തിയത്. എന്നാൽ ആ സമരം ഇന്ത്യയിൽ ആകമാനം കത്തിപ്പടർന്നുകൊണ്ട് യുവാക്കളുടെ സിരകളിലേക്ക് കോക്രോച്ച് എന്ന് പറയുന്ന ഈ പാറ്റകൾ രാജ്യത്ത് ആകമാനം ഒരു വിപ്ലവം സൃഷ്ടിക്കുമെന്ന് കണ്ടപ്പോൾ അതിനെ ഒതുക്കി തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ഭരണകൂടം ശ്രമം നടത്തി. പല വിധത്തിൽ അതിനെ അടിച്ചമർത്താൻ സമരം നടത്തിക്കൊണ്ടിരുന്നു ഭരണകൂടം. പക്ഷെ അവിടെയൊന്നും അവരെ പിടിച്ചു നിർത്താൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. ഇന്ത്യയിലെ യുവാക്കളുടെ പോരാട്ട വീര്യത്തിനു മുമ്പിൽ ഭരണകൂടത്തിന് തലകുനിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. അതിനെ തകർക്കാൻ പറ്റിയില്ല. അവസാനം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് നടത്തിയപ്പോൾ നാം ഏവരും കണ്ടതാണ്, നമ്മുടെ നഗ്നനേത്രങ്ങളിലൂടെ നാം കണ്ട കാര്യങ്ങളാണ് രാജ്യത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും സമാധാനപരമായിട്ട് അവിടെ സമരം നടത്തിക്കൊണ്ടിരുന്ന CJPയുടെ ഈ പറയപ്പെടുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയും പോലീസിന്റെ പേരിൽ വന്നുകൊണ്ട് ഗുണ്ടകളുടെ ഒരു വിളയാട്ടമായിരുന്നു കേന്ദ്ര തലസ്ഥാനത്തിൽ നാം ഏവരും കണ്ടത്. ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. നമ്മൾ ഇന്ന് പല മീഡിയകളിലും കാണുന്നു, പോലീസുകാരന് ബാഡ്ജ് പോലുമില്ല, ഒരു ചിഹ്നം പോലുമില്ല, യൂണിഫോം പോലുമില്ലാതെ ചില ആൾക്കാരൊക്കെ ലാത്തിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇതെന്തൊരവസ്ഥയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനൊക്കെ എതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ടോ എന്നുള്ള കാര്യം പോലും നാം സ്വയം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ സമരം ഇന്ന് ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് ആ സമരത്തെ തല്ലി തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ഇന്ത്യയിലെ യുവാക്കൾ വിളിച്ചു പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കീഴടങ്ങുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞ് രണ്ടാമത്തെ ദിവസവും അവിടെ സമരം ആരംഭിച്ചു. CJPയുടെ സമരപ്പന്തൽ പൊളിച്ചു മാറ്റപ്പെട്ടു. ആ പൊളിച്ചു മാറ്റപ്പെട്ട സമരപ്പന്തൽ രാവിലെ തന്നെ വീണ്ടും യുവാക്കൾ ഒത്തൊരുമിച്ചുകൊണ്ട് വീണ്ടും അത് കെട്ടുകയും അവിടെ സമരം ആരംഭിക്കുകയും ചെയ്തു. ഈ പ്രക്ഷോഭത്തിന് തുടക്കം മുതലേ തന്നെ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ പിന്തുണയുമായിട്ട് വരികയും, എന്നാൽ ഇന്ന് അതിന് ഇന്ത്യയിലെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസും അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തപ്പെട്ടു. തീർച്ചയായിട്ടും ഇതിനെ ആളിപ്പടരുക തന്നെ ചെയ്യണം.
ഇത് രാജ്യത്തിൽ ഒരു മാറ്റമുണ്ടാക്കണം. ഇതിലൂടെ ഒരു മാറ്റമുണ്ടായില്ലെങ്കിൽ ഈ രാജ്യമാണ് നശിക്കാൻ പോകുന്നത്. നമുക്ക് ഈ രാജ്യം നിലനിൽക്കണം. ഈ രാജ്യം ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഇനിയും നൂറ്റാണ്ടുകളോളം ഈ രാജ്യം നമുക്ക് നിലനിൽക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിന് ശക്തി പടരേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സമരത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് മാത്രമല്ല സമരത്തിൽ ഇറങ്ങേണ്ടത്. ഇതിന് പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സമര പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം മുഴുവൻ പ്രതിപക്ഷ എംപിമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, മുഴുവൻ ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേന്ദ്ര തലസ്ഥാന നഗരിയിലേക്ക് യാത്ര തിരിക്കുകയും അവിടെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുകയും ചെയ്താൽ ഇവിടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും കാത്തു സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും ഇറങ്ങി പുറപ്പെടേണ്ടത് ആവശ്യകതയായിട്ട് മാറിയിരിക്കുന്നു. നമുക്കും CJP യുടെ ഈ പോരാട്ടത്തിനോടൊപ്പം അണിചേരാം.